നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ വന്നതേ ഉള്ളൂ. വീട്ടിൽ പോയി അച്ഛനെ കണ്ടിട്ട് നേരെ അങ്ങ് വരും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ജയറാമിന്റെയും മാധുരിയുടെയും പ്രവൃത്തിക്ക് യാതൊരു ന്യായീകരണവുമില്ല. എത്ര മനസ്സുകൾ കീറി നോവിച്ചാണ് അവർ ആ ഒരു കാര്യം ചെയ്തത്. നന്ദിനിയുടെ ഒരു കൊലപാതകമല്ലേ വാസ്തവത്തിൽ അവർ നടത്തിയത്? പറഞ്ഞു പറഞ്ഞു മടുത്ത വിഷയ മുത്തശ്ശ. എനിക്കതിപ്പോഴും പുതിയ വിഷയമാണ്. 2 കുടുംബങ്ങളാ അവർ തകർത്ത് കളഞ്ഞത്. മാതാപിതാക്കളുടെ വേദന അവർക്ക് മാത്രമേ മനസ്സിലാവൂ. പോട്ടെ, മറക്കാൻ എത്ര ശ്രമിച്ചാലും ആ ഓർമ്മകൾ തികട്ടി വരും. മാധുരിയുടെ മരണം പോലും ജയറാം എന്നെ അറിയിച്ചില്ല. ഞാൻ 2 ദിവസം കഴിഞ്ഞ് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിവരം അറിയുന്നത്. ഞാൻ പിന്നെ പോലീസ് ആയതുകൊണ്ട് വിവരം പിറ്റേ ദിവസം തന്നെ അറിഞ്ഞു. പക്ഷേ ആരോടും പറഞ്ഞില്ല. ഞാൻ പറയാൻ ഒരുമ്പെട്ട കാര്യം മറ്റൊന്നായിരുന്നു. മാധുരി മരിച്ചത് വസുപഞ്ചക ദോഷത്തിലാ. വസുപഞ്ചകത്തിൽ മരിച്ചാൽ ആ മരിച്ചവരുടെ കുടുംബത്തിൽ തുടരെ 5 മരണങ്ങൾ നടക്കുമെന്ന ജ്യോതിഷവിധി. അതിനെന്താ പ്രതിവിധി ചെയ്യേണ്ടത് അച്ഛാ? 2 കുടുംബങ്ങളിലും അതിന്റെ ദോഷം സംഭവിച്ചേക്കാം. പക്ഷേ പരിഹാരകർമ്മങ്ങളുണ്ട്, അത് ചെയ്യണം. 18 വർഷങ്ങൾ ഞാൻ എൻ്റെ മകളെ അന്വേഷിച്ചിട്ടില്ല. അവൾ എന്നെ തിരക്കിയതുമില്ല. സ്നേഹിച്ചു വളർത്തിയ ഒരച്ഛന് മകൾ കൊടുത്ത പാരിതോഷികമാണത്. അവളെക്കുറിച്ച് എന്നെ അറിയിച്ചിട്ടുമില്ല. ഇപ്പോ നിങ്ങൾ കൊണ്ടുവന്ന് കാണിച്ചപ്പോഴാ 10-17 വയസ്സുള്ള എൻ്റെ കൊച്ചുമകളെ ഞാൻ കാണുന്നത്. മനുഷ്യരെ ഏതൊക്കെ തരത്തിലാണ് ഓരോന്ന് വേട്ടയാടുന്നത് അല്ലേ? ചെറുവിരലിൽ തൂങ്ങി നടക്കുന്ന കൊച്ചുമക്കളുമായി മുറ്റത്തും പറമ്പത്തും കറങ്ങി നടക്കുന്ന ഒരു മുത്തച്ഛന്റെ സ്വപ്നം. പേരക്കുട്ടികൾക്ക് പ്രകൃതിയും പൂക്കളും കാണിച്ചു കൊടുത്ത് അവർക്ക് സാരോപദേശ കഥകൾ പറഞ്ഞു കൊടുത്ത് വളർത്തണമെന്ന സങ്കല്പം. വിചാരിക്കുന്നതിന് വിപരീതമായി സംഭവിക്കുന്നതാണല്ലോ നമ്മൾ വിധി വിളയാട്ടമെന്നൊക്കെ പറയുന്നത്. ഇതും അത് തന്നെ. ഇന്ദ്രജ ഇന്ന് എത്തും. അവൾ വരുമ്പോ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് കണ്ടറിയണം. എന്റെ മാധുരി ഈ മുറിക്കകത്ത് നിറഞ്ഞു നിൽക്കും പോലെ. ഇവിടെ മൊത്തം എന്റെ അമ്മയുടെ സുഗന്ധമാണ്. ഇവിടെ നിന്നെ സ്വീകരിക്കാൻ മറ്റൊരാളുണ്ട്. നന്ദിനി,
ഇവളെന്താ ഈ വീട്ടില്? ഞാൻ തിരക്കി നടക്കുന്ന എന്റെ ആജന്മ ശത്രുക്കളിൽ പ്രധാനി എന്റെ കുടുംബത്തിലോ? ഛീ! ഇന്ദ്രജേ, അച്ഛൻ ഇതിൽ ഇടപെടണ്ട. നീ ആരടി? ആരതി ഒഴിഞ്ഞ് എന്നെ സ്വീകരിക്കാൻ? നിന്റെ സ്വീകരണം ഏറ്റുവാങ്ങാനല്ല ഞാൻ ദുബായിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് വന്നത്. അച്ഛൻ എന്തുദ്ദേശിച്ച ഇവളെ വിളിച്ച് ഈ വീട്ടിൽ കയറ്റിയത്? മോളെ, എല്ലാം വിശദമായിട്ട് പറയാം. നീ അകത്തേക്ക് വാ. ഞാൻ അകത്തേക്ക് വരില്ല. ചെകുത്താൻ നിൽക്കുന്നിടത്തേക്ക് ദേവതകൾ കേറാറില്ല. മോളെ, നീ കഥയറിയാതെ ആട്ടം കാണുകയാണ്. കഥയറിഞ്ഞ് തന്നെയാ ഞാൻ കഥകളി കാണുന്നത്. എന്റെ അനിയത്തിയുടെ മരണം അറിഞ്ഞിട്ട് ഓടി വന്നവളാ ഞാൻ. വന്നു കേറിയപ്പോ എന്റെ വീട്ടില് എന്റെ അനിയത്തിയെ കൊന്നവള്. ഇന്ദ്രജി, മിണ്ടരുത് നീ. എന്റെ അനിയത്തിയെ കൊന്നിട്ട് ചേച്ചിയായ എനിക്ക് അവള് താലവുമായിട്ട് വന്നിരിക്കുന്നു. നീയാണ് എന്റെ മുഖ്യ ശത്രു. നിന്നോട് പകരം വീട്ടാൻ തന്നെയാ ഞാൻ എത്തിയിരിക്കുന്നത്. പകരം വീട്ടിട്ടേ ഞാൻ അടങ്ങൂ. എന്നിട്ടേ ഞാൻ മടങ്ങും. എന്റെ വല്യമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീ കൊള്ളാലോ. ഇവരുടെ മുൻപിൽ ഈ നന്ദിനി വിറച്ചു നിൽക്കുക. മാധുരിയുടെ ചേച്ചി ഇന്ദ്രജ ഒരു സൂപ്പർ സ്റ്റാർ ആണല്ലോ. ഇവളാരാ? ഇവള് കൊണ്ടുവന്നതാണോ? കൊണ്ടുവന്നത് ഇവളൊക്കെ തന്നെയാ. പേര് മീനാക്ഷി. നിന്റെ അനുജത്തിയുടെ മകളാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.